നാടകം ആരംഭിക്കുന്നു. ഞാൻ ഈ വീടും പരിസരവും വൃത്തിയാക്കുന്ന തത്രപാടില്ലേ ഇരിക്കുന്നില്ല. എന്റെ നാട്ടിലേക്ക് വന്ന ആളുകളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി വന്നതാ ഞാൻ. സന്തോഷായി. ഞാൻ ഈ നാട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് കരുതിയിരിക്കുക. അതിനു മുമ്പ് ഇവിടെ ഒക്കെ ഒന്ന് ശരിയാക്കിയെടുക്കും. ആ ബ്രോക്കർ പരമേശ്വരൻ കൊണ്ടുള്ള ആളുകൾ എടുത്ത പണിയാണ് ഒന്നും ശരിയായിട്ടില്ല. പണിക്കാര് ഓരോ ഇഷ്ടത്തിനല്ലേ ചെയ്യൂ. പാർക്കണോരോ ഇഷ്ടമുണ്ടല്ലോ, അത് നമ്മൾ ചെയ്താലേ അത് ശരിയാവൂ. അല്ല, പരിചയപ്പെടാൻ വന്ന ആള് മുറ്റത്ത് തന്നെ നിൽക്കണം. ഒരു കയറി ഇരിക്കൂ, ചായ കുടിക്കാം. അതൊക്കെ പിന്നീടാവാം. 10-ാം തീയതി പാർട്ടിയുടെ സമ്മേളനം. ഞാൻ INPയുടെ നേതാവ് മണ്ഡലം തോട്ടത്തിൽ സുരേഷ്. അല്ല, നിങ്ങൾ INPക്കാരനാണോ? ഞാനൊരു പാർട്ടിക്കാരനല്ല. ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയും, ചീത്ത കണ്ടാലോ പ്രതികരിക്കുക തന്നെ ചെയ്യും. എനിക്കാരെ അടിമയാകാനൊന്നും കഴിയില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ അച്യുതൻ നായർ FACTയിലായിരുന്നു ജോലി. അവിടെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. അവിടെ നിന്ന് പിരിഞ്ഞപ്പോ കിട്ടിയ തുകയും കയ്യിലുള്ളതും കൂടെ കൂട്ടി വാങ്ങിയതാണ് വീടും സ്ഥലവും. മോളെ അമ്പിളി, സാവിത്രി, ഇങ്ങോട്ട് വരൂ. ഒരു മകനാണോ? ഇത് എന്റെ ഒരേ ഒരു മകൻ അമ്പിളി. ഇത് എന്റെ ഒരേ ഒരു ഭാര്യ സാവിത്രി. ഇത് സുരേഷ് തോട്ടത്തിൽ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. നേതാവിന്റെ വീട് ഇവിടെ അടുത്താണോ? ഇതാ ഈ 4 വീട് അപ്പുറം. എല്ലാവരും ഒരു ദിവസം ഇങ്ങോട്ട് വരൂ. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ ആ ടോർച്ചിനെ തെരഞ്ഞു വന്നതാ. നിങ്ങൾ ഉദ്ദേശിച്ച ടോർച്ചല്ല, ഇത് ഈ നാട്ടിലെ ഒരു പ്രധാന പുള്ളിയാ. അയാൾ ദിവാകരനാണ്. ഞങ്ങൾ അയാളെ വിളിക്കാം ടോർച്ചെന്നാ. നിങ്ങൾക്ക് എന്തിനാ അയാളെ? സമ്മേളനമൊക്കെ അല്ലേ വരുന്നത്, അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാനാണ്. നിങ്ങൾ പാർട്ടിക്കാരനാ? നിങ്ങളെ പോലെ ഒരു പാർട്ടിയിലും ഓരില്ല. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഓരോട് മത്സരിക്കാൻ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ മത്സരിച്ചില്ല. അവൻ മത്സരിച്ചിരുന്നുവെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാല്. നല്ലത് നായിക്ക് പറ്റില്ലല്ലോ. ഇത്രയും ജനസമ്മതനായ വേറൊരാള് ഈ നാട്ടില് വേറെ ഇല്ല. അല്ല, ടോർച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. ഇവനാണ് ടോർച്ച് ദിവാകരൻ. ഈ നാട്ടിലുള്ളവർക്ക് വേണ്ടപ്പെട്ടവരവൻ. കുട്ടാ, ഇങ്ങനെ കിണറ്റിൽ പോയി കിടക്കാൻ വെറുതെ എന്റെ നാട്ടുകാരങ്ങ് പൊട്ടമുട്ടാന്ന് വിളിക്കണത്. ടോർച്ചെ, ഇന്ന് രാത്രിയെങ്കിലും ആ പോസ്റ്റർ മുഴുവൻ ഒട്ടിക്കണം. നാളെ നേരം കൊടുക്കുമ്പോ കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാരൊപ്പമുള്ള എന്റെ ഫോട്ടോ പതിച്ച് എല്ലാരും കാണണം. ഈ കേൾക്കുണ്ടോ? മറക്കരുത്, ഇന്ന് രാത്രി എന്തായാലും ഒട്ടിക്കണം. അപ്പൊ ഞാനങ്ങോട്ട്. അല്ല, നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? ഉച്ചക്ക് വല്ലതും കഴിക്കണ്ടേ? ഞാനേ മീനും നല്ല സാധനമൊക്കെ വാങ്ങി വരട്ടോ. ആയിക്കോട്ടെ. രാവിലെ വന്നതല്ലേ, ക്ഷീണിച്ചു കാണും. ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരട്ടോ. ഇങ്ങനെ നോക്കി നിൽക്കാതെ ആ പുല്ല കുറച്ച് എത്ര മോളെ അമ്പിളേ, കുറച്ച് വെള്ളം. അതൊക്കെ അറിയാം. ബ്രോക്കർ പരമേശ്വരനെ നിങ്ങളെ പറ്റി എല്ലാം പറഞ്ഞതുണ്ട്. ഇപ്പൊ കൊണ്ടുവരേ. ഇങ്ങോട്ട് സരോജിനി അർജന്റായിട്ട് ചെല്ലാൻ പറഞ്ഞത്. ആ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത്. ആ ചെന്നോണ്ട്. അതോ, സരോജിനിയുടെ പശു പേരാനായിട്ടുണ്ട്.
അതിന്റെ പേരെടുക്കണം. അതും പോരാ, മറുപിള്ള ചാക്ക് കെട്ടി ആ ചെകുത്താമിന്റെ മുകളില് പാലവരക്കൊമ്പിൽ കെട്ടി തൂക്കണം. പൈസ സരോജ ആള് ടോർച്ച് പശു പെറ്റിട്ടല്ലേ ഉള്ളൂ. കറവ ഒന്ന് ശരിയായിക്കോട്ടെ. ഇപ്പൊ ഈ ചായ കുടിച്ചിട്ട് പൊയ്ക്കോന്ന് പറയും. എത്ര നേരമായി ഞാൻ നിന്നെ തെരഞ്ഞെടുക്കണോ? എന്തേ? അതോ ഏതോ ഒരു സ്കൂളില് ഏതോ ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടിപ്പോ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുക സ്കൂളിനടുത്തുള്ള കാടൊക്കെ വെട്ടിത്തെളിക്കണമെന്ന്. നമ്മൾ ആ മേലെ വാർത്ത സ്കൂളിന്റെ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കണം കേട്ടോ. അല്ല മെമ്പറേ, അതിന് കീഴിന് പൊറ്റിയ പോരെ? വേണ്ട, വേണ്ട. ആ പുതിയ താമസക്കാരാണല്ലേ? വിശദമായിട്ടേ പിന്നെ പരിചയപ്പെടാട്ടോ. ഞാനേ ഈ വാർഡിന്റെ മെമ്പറാ, പേര് ഗീത. കാണാട്ടോ, പഞ്ചായത്തിൽ മീറ്റിംഗ് ഉണ്ട്. ഓട്ടെ. ഓരോരുത്തരും വന്ന് ഓരോ പണി ഏൽപ്പിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസേ ഈ മെമ്പർ ഗീത വന്നിട്ട് എന്നോട് പറയാട്ടോ, ടോർച്ചേ നമ്മളെ പുഴക്കരയിലെ റോഡിൽ ഒരു പട്ടി ചത്ത് കിടക്കുന്നുണ്ട്, ഈ അതിനൊന്ന് കുഴിച്ചിടണമെന്ന്. ഞാൻ ചെന്ന് നോക്കിയപ്പോണ്ടല്ലോ നാളീട്ട് വയ്യ, ചത്തിട്ട് ഒരു 4-5 ദിവസം ഞാൻ കാണും. എത്ര നായ്ക്കളല്ല പോയതാ. ഒരുത്തരെങ്കിലും ഒരു പിടി മണ്ണ് വേണം തോന്നിയോ? ആരും ചെയ്യാത്ത പണികളൊക്കെ ഈ ദിവാകരൻ ചെയ്യുമ്പോ കൊറേ കിട്ടുന്ന വിചാരം. ഒന്നും പ്രതീക്ഷല്ല. ആൾക്കാരെ പറച്ചിൽ കേട്ടാ തോന്നും ഈ പണികളൊക്കെ ദിവാകരന് മാത്രം ചെയ്യാനുള്ളത്. ദിവാകരൻ എന്താ കോർപ്പറേഷനെ പഠിക്കണ്ട? അതുകൊണ്ടോ മമ്മദ് ഖാന്റെ മുട്ടേന്ന് വരിയാത്ത ചെക്കനാ. ഓല വീട്ടിലെ കക്കൂസുണ്ടാക്കി നിറഞ്ഞപ്പോഴേ നന്നാക്കാൻ ചെന്നതാ. വാപ്പ വിളിക്കണത് കേട്ട് ഇപ്പൊ ചെക്കനും വിളിക്കാൻ തുടങ്ങി. ഏട്ടാ, ഏട്ടനെ എന്തുകൊണ്ട് എല്ലാരും ടോർച്ചേന്ന് വിളിക്കണേ? അതിന് കാരണം ഈ ടോർച്ച് തന്നെയാ. എന്തിനാ പകല് ടോർച്ചറായിക്കൊണ്ട് നടക്കണേ? അതിന് എന്റെ അച്ഛനാ കാരണം. എന്നും പണി കഴിഞ്ഞ് വരുമ്പോ അച്ഛന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടാവും. എനിക്ക് തിന്നാനല്ല എന്തെങ്കിലും ആവത്. ഒരു ദിവസം ഞാൻ നേരത്തെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്നതാ. നീലിച്ച് മരവിച്ച് കിടക്കുന്ന അച്ഛനാ കണ്ടത്. അപ്പോഴും അച്ഛന്റെ മടിക്കുത്തിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ആ ചെകുത്താനെന്ന് ഇറങ്ങി വരുമ്പോ പാമ്പിന്റെ കൈ കിട്ടിയതാ. അച്ഛൻ അത് ശ്രദ്ധിച്ചില്ല. കയ്യിൽ വെട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ അച്ഛന് സംഭവിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അമ്മ ചൂട്ട് കെട്ടിത്തരും. രാത്രി ഇരുട്ടിയാണെങ്കിലോ കരുതിയ എന്റെ 14ാമത്തെ വയസ്സിൽ അതും നിറച്ചു. ചൂട്ട് കെട്ടിത്തരാനും തീപ്പെട്ടി കീസയിലിട്ട് തരാനും ആരുമില്ലാതായി. പിന്നെ എപ്പോഴോ രാവും പകലും ഈ ടോർച്ചിന്റെ കയ്യിൽ വന്നു. അങ്ങനെ ദിവാകരൻ ടോർച്ച് ദിവാകരനായി. ഇപ്പൊ വെറും ടോർച്ചായി. ഇരുട്ടിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയാനാണ് ടോർച്ചെങ്കിൽ പകൽവട്ടത്തിൽ നമുക്ക് ചുറ്റും പതിയിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയാൻ എന്തിന്റെ വെളിച്ചമാണ് നമുക്ക് ഉപകാരപ്പെടുക?